വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ വീണപൂവേ. വയലാർ രാമവർമ്മ അവസാന കാലത്ത് എഴുതിയ ഗാനങ്ങളിൽ ഒന്നാണിത്. സംഗീത സംവിധായകൻ എം പി ശ്രീനിവാസനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സിനിമയുടെ സംവിധായകൻ കെ എസ് സേതുമാധവനായിരുന്നു. പടത്തിൻ്റെ പേര് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്നാണ്. ഷീല നിറഞ്ഞ് കവിഞ്ഞ് നിന്ന് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. ഇപ്പം ഈ ഗാനം ഓർക്കാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ മനസ്സിലായി കാണും. നമുക്ക് ഏവർക്ക് പ്രിയങ്കരിയായ ആറന്മുള MLA-യും ആരോഗ്യമന്ത്രിനിയുമായിരിക്കുന്ന സഖാവ് വീണ ജോർജ് കേശുക്കാർ എന്ന് പറയപ്പെടുന്ന ചില കാപാലികന്മാരുടെ ഭയാനകമായ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ് പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ മരണത്തോട് മല്ലടിച്ച് കഴിയുകയാണ്. ആ ആക്രമണത്തിൽ പ്രതികളായിട്ടുള്ള ചില കേസുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഇനി വിചാരണ ചെയ്യുകയോ തൂക്കിക്കൊല്ലുകയോ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും വീണ ജോർജിന്റെ അപകട നില തരണം ചെയ്തു. അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന വാർത്തയാണ് ഇത് പറയുമ്പോൾ നമ്മൾ തേടിയെത്തിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുക, വീണ ജോർജിന് ആപത്തൊന്നും സംഭവിക്കരുത്, അവരുടെ ജീവന് അപകടമൊന്നും സംഭവിക്കരുത്, അവർക്ക് പറ്റിയിട്ടുള്ള പരിക്ക് സാരമുള്ളതാകരുത്, അവരുടെ കഴുത്തിലോ തലയിലോ കത്തറയോ ഒന്നും മറന്നു വെക്കരുത്, ഇനി മറന്നു വെച്ചാലും അത് കേടുകൂടാതെ തിരിച്ചെടുക്കാൻ സാധിക്കണമേ എന്നൊക്കെയാണ് കർത്താവ് ഈശോ മിശിഹായോട് ഞാൻ കുരിശു വരച്ചു മുട്ടുകാലിൽ നിന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. വീണ ജോർജ് അപകടനില തരണം ചെയ്തു. കഴുത്തിന് വേദനയുണ്ട്, പെടലിക്ക് വേദനയുണ്ട്, കൈകാലുകൾക്ക് മരവിപ്പുണ്ട്, പിന്നെ മൂത്രത്തിൽ ആൽബുമിൻ്റെ അളവ് കൂടുതലാണ്, രക്തസമ്മർദ്ദം അല്പമധികമാണ്, നെഞ്ചിടിപ്പ് പഴയ പോലെ കിട്ടുന്നില്ല, ഓക്സിജൻ സാച്ചുറേഷൻ തൃപ്തികരമെന്ന് പറയാൻ പറ്റുകയില്ല, പിന്നെ പ്രമേഹത്തിൻ്റെ ചെറിയ ലാഞ്ചനയുണ്ട്, രക്തസമ്മർദ്ദം മാത്രമല്ല കൊളസ്ട്രോളും അല്പം കൂടുതലാണ് എന്നൊക്കെയാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കി. എനിക്ക് ഈ മെഡിക്കൽ കാര്യങ്ങളൊന്നും വലിയ ധാരണയൊന്നുമില്ല, എന്നാലും ഓർമ്മയിൽ നിന്ന് പറഞ്ഞ അങ്ങനെ അനവധി ബുദ്ധിമുട്ടുകളാൽ പരിക്ഷീണിതയാക്കപ്പെട്ട ഈ ആത്മാവ് ആറന്മുളക്കാരുടെ പ്രിയങ്കരിയായ ഓർത്തഡോക്സ് സഭയുടെയും പ്രിയങ്കരിയായ കേരളീയർക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയങ്കരിയായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ചുവന്ന മുത്തായ സഖാവ് വീണ ജോർജ് കേസുകാരുടെ പൈശാചികമായ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി ഈ നാട്ടിലെ മാധ്യമധർമ്മം മറന്ന ചില ടെലിവിഷൻ ചാനലുകാരുടെയും പത്രാധിപന്മാരുടെയും മറ്റ് മാപ്രകളുടെയും ഒക്കെ നിരന്തരമായ ആക്രമണത്തിനും അവഹേളനത്തിനും പാത്രീഭൂതയായി എന്നുള്ളതാണ് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം. കേസുകാരിൽ നമുക്ക് ഇതിൽ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. ഈ കേസുകാരെന്ന് പറഞ്ഞാൽ തന്നെ ആ ബുദ്ധിയോ വിവേകമോ സംസ്കാരമോ ഒന്നുമില്ലാത്ത ഒരാൾക്കൂട്ടമാണ്. അതിന് നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ വിശേഷിച്ചും മാന്യന്മാരെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയാത്തവരും ആ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരുമാണ്. അവർ നേതാക്കന്മാരെ തന്നെ നോക്കിയാൽ മതിയല്ലോ, നേതാക്കന്മാരിൽ നിന്നുള്ളൂ അനുയായികളുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ പ്രിയങ്കരനായ EP ജയരാജനും വിമാനത്തിൽ കയറി യാത്ര ചെയ്യവേ ഇൻഡിഗോ വിമാനത്തിൽ കയറിയില്ല ആളെ ഉണ്ടാക്കിയ ആ ഊത്തന്മാരെ ഓർമ്മിക്കുന്നില്ലേ? അവരുടെ അനിയന്മാരും അനിയത്തിമാരുമാണ് ഇപ്പോഴത്തെ കേസുകാർ. അപ്പോൾ അതുകൊണ്ട് വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തടയാൻ ശ്രമിച്ചതു, അവരെ കൊങ്ങയ്ക്ക് പിടിച്ചതു, അവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതു ഒന്നും പുതുമയുള്ള കാര്യങ്ങളല്ല. അതൊന്നും വലിയ പറയത്തക്ക ന്യൂസ് വാല്യൂ ഉള്ള കാര്യങ്ങളുമല്ല. മറിച്ച് ഈ അപമാനത്തിനും അവഹേളനത്തിനും ഇരയായ ഒരു പാവ സ്ത്രീ, ഒരു സാധു സ്ത്രീയെ, അതും കേരളത്തിലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികയെ, ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രിയെ, കേരളത്തിൻ്റെ ആരോഗ്യ കുടുംബക്ഷേമ കാര്യങ്ങളിൽ ഏറ്റവും അഗാധമായ താല്പര്യം വച്ച് പുലർത്തുന്ന ഒരു മുൻ മാധ്യമ പ്രവർത്തകയെ ഈ രീതിയിൽ അവമാനിച്ച ഈ മാധ്യമ പ്രവർത്തകരെയും ഇതേക്കുറിച്ച് ചർച്ച നടത്തുന്ന ഈ അവതാരകരെയൊക്കെ കുറിച്ച് നമുക്ക് അതിഭയങ്കരമായ പുച്ഛത്തോടുകൂടിയോ പരിഹാസത്തോടുകൂടിയോ മാത്രമേ ഓർമ്മിക്കാൻ കഴിയുള്ളൂ. വീണ ജോർജിന്റെ കൊങ്ങക്കാർ പിടിച്ചിട്ടില്ലായിരുന്നു. മുദ്രാവാക്യം വിളിക്കുന്ന ശബ്ദം കേട്ട് ഇവരുടെ കഴുത്ത് ഇടറിയതാണ് എന്നൊക്കെയാണ് ഈ ഓരോരുത്തരും അടിച്ചുവിടുന്നത്. അത് കോൺഗ്രസ്സുകാരെ പറയും നമുക്ക് മനസ്സിലാക്കാം. VD സതീശനും
കെ സുധാകരനോ അതല്ലെങ്കിൽ കെ മുരളീധരനോ ഒക്കെ ഇത് പറയും. അവരുടെ രീതി അതാണ്. സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു സംഗതി കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയിലും ഇല്ല, UDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലും ഇല്ല. അവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കാൻ വേണ്ട. മറിച്ച് ഈ മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് മലയാള മനോരമ, മാതൃഭൂമി മുതലായ കുത്തക പത്രങ്ങൾ, മുത്തശ്ശി പത്രങ്ങൾ, അതുപോലെ ഏഷ്യാനെറ്റ്, 24 ന്യൂസ്, ട്രീ കട്ടർ ചാനൽ, ഇവരൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ പാവം മന്ത്രിയെ ഇങ്ങനെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ട്രോളുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് തക്കതായ ശിക്ഷ കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീ അളക്കുന്ന പോലെ നിനക്കും അളക്കപ്പെടും എന്ന് കർത്താവ് ഈശോ മിശിഹ അരുളി ചെയ്തു ഈ മാപ്പറകളെ ഉദ്ദേശിച്ചാണ്, അല്ലാതെ മാർസിസ്റ്റുകാരെ ഉദ്ദേശിച്ചല്ല. അപ്പം ഇങ്ങനെ ഒരു പരിണതിയിൽ വീണ ജോർജിനൊപ്പം നിൽക്കാത്ത എല്ലാവരും തന്നെ ആ മനുഷ്യത്വത്തിന് അല്ലെങ്കിൽ മനുഷ്യ മഹത്വത്തിന് എതിരായി നിൽക്കുന്നവരാണ്. ഞാൻ ഏതായാലും വീണ ജോർജിൻ്റെ കൂടെയാണ്. ഈ മുറിവേറ്റ മാടപ്രാവിനോട് എൻ്റെ അഗാധമായ സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കുന്നു. അവരുടെ ആരോഗ്യം എത്രയും വേഗം പൂർവാവസ്ഥയെ പ്രാപിക്കട്ടെ. ആറന്മുളയിൽ തന്നെ വീണ്ടും മത്സരിക്കട്ടെ, ഉയർന്ന ഭൂരിപക്ഷത്തോട് ജയിക്കട്ടെ. ആരോഗ്യമന്ത്രിയായിട്ടല്ല ആഭ്യന്തരമന്ത്രിയായിട്ട് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് കർത്താവ് ഈശോ മിശിഹായോട് പ്രാർത്ഥിക്കുന്നു. എബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ ദൈവം വീണ ജോർജിനെ മഹത്വപ്പെടുത്തട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവയുടെയും ഓർത്തഡോക്സ് മാർത്തോമാ സഭകളിലെയും മറ്റെല്ലാ മെത്രാന്മാരുടെയും അനുഗ്രഹം ആ മഹതിക്ക് ലഭിക്കുമാറാകട്ടെ. അവരെ ദൈവം തമ്പുരാൻ മഹത്വപ്പെടുത്തട്ടെ. ആമേൻ.